ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോമ്പിൻ്റെ മുന്നേ തന്നെ ഞാൻ എടുത്തു വെച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു. കുറച്ച് ബിസി ആയതുകൊണ്ട് അതിൻ്റെ വോയിസ് ഓവർ ഒന്നും കൊടുക്കാണ്ട് വെച്ചതായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഇവിടുത്തെ ഫസ്റ്റ് റമദാൻ്റെ ഫസ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങളും ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാലോ. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ആദ്യം എടുത്ത വീഡിയോ ആണ് പറയുന്നത്. കട്ട്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു 2 കിലോ ബീഫ് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ബോൺലെസ് ആണ്. ഇനി അതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. അത് 1 ടീസ്പൂൺ കേട്ടോ. 2 പ്രാവശ്യം ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പിട്ട് ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കിലോ ബീഫാണ് ഞാൻ എടുത്തത്, ബോൺലെസ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തീരെ വെള്ളം ചേർക്കരുത് കേട്ടോ. ഇതിൽ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് തീരെ വെള്ളം ചേർക്കാണ്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 6, 7 അല്ല 8 വിസിലൊക്കെ വേണ്ടി വരും. ഓരോരുത്തരുടെ കണക്കനുസരിച്ച് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ അത് വേവണ സമയം കൊണ്ട് ഞാനിപ്പോൾ 1 കിലോ ഉള്ളി നന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചതാണിത്. അതിന് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. ആദ്യം തന്നെ എണ്ണ ഒഴിക്കേണ്ട. ആ ഉള്ളിത്തെ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഉള്ളിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അതങ്ങ് വറ്റി വന്നോളൂ. അപ്പോൾ അത് ഉള്ളിത്തെ വെള്ളമൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഇപ്പോൾ ആ ഉള്ളിത്തെ വെള്ളമൊക്കെ ഫുള്ളായിട്ട് വറ്റിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ല, നല്ല ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. എപ്പോഴും ഞാൻ പറയുന്നതാണ് ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റി എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒരുപാട് നേരം ഇട്ട് വാട്ടിക്കുഴഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക ചുരുങ്ങണ വരെ ഒന്നും ടൈമൊന്നും എടുക്കേണ്ടിയില്ല. ഉള്ളി ഒന്ന് വാടി വന്നാൽ മാത്രം മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇപ്പൊ നമ്മളെ ഉള്ളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാണ്. ചെറുതായിട്ടൊരു കളർ, നേരത്തെ കണ്ട കളറിന് ചെറിയൊരു മാറ്റം വന്നു. ഇതിപ്പോൾ കണ്ടില്ല, ഇത്രയും മതി കേട്ടോ. ഒരുപാട് അങ്ങ് വാടി ഇതായിട്ടൊന്നുമില്ല. ഈ ഒരു രീതിയിൽ മതി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ ഞാൻ ഈ ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് അല്ലെങ്കിൽ 1.25 ടീസ്പൂൺ അത്രയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ കുറച്ച് പച്ചമുളക് ഞാൻ ചെറുതാക്കി മുറിച്ച് വെച്ചാണ്. 4-5 പച്ചമുളക് എടുക്കുക. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടി കുറച്ച് കറിവേപ്പിലാണ് കേട്ടോ. അത് ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. അപ്പോൾ ആ ഒരു കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ രണ്ടും ഒന്ന് വാടി വരണം കേട്ടോ. 1 മിനിറ്റ് നേരം കൂടെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് വാട്ടിയെടുക്കുക. 1 മിനിറ്റ് മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നോളും. പിന്നെ ഒന്ന് വാടി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് നേരം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നോളൂ. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഒന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ ബീഫ് നമ്മൾ വേവിച്ചത് അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളമൊക്കെ ഞാൻ ഫുള്ള് വറ്റിച്ചെടുത്തതാണ്. ഇത് തുറന്ന് വെച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ബീഫൊക്കെ നന്നായിട്ട് വെന്താണ്. കണ്ടില്ലേ, ഇപ്പോൾ തീരെ വെള്ളമൊന്നുമില്ല. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ടോ അല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ഒന്ന് ചൂടാറാൻ വേണ്ടി ആദ്യം വെക്കണം. അതിന് ശേഷമാണ് നമ്മളിത് ക്രഷ് ചെയ്ത് എടുക്കുന്നത്. ഇനിയിപ്പോൾ അതാ ഞാൻ ഈ ഒരു ഇതൊക്കെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ വലിയ നമ്മളെ ഫുഡ് പ്രോസസ്സറിൻ്റെ ചോപ്പറിലാണ് ഇട്ടത്. എന്നിട്ട് ഇതാ 2 പ്രാവശ്യമാക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോപ്പല്ല, എന്താ പറയുക, മിൻസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് 2 ബാച്ചായിട്ട് എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ തീയൊക്കെ ഓഫാണ് കേട്ടോ. നല്ല ചൂടാറിയതിന് ശേഷമുള്ള ഉള്ളി മസാലയും അതേപോലെ തന്നെ ബീഫും എല്ലാം ചൂട് ആറിയിട്ടാണ് ഉള്ളത്, തണുത്തതിന് ശേഷം. ഇനിയിപ്പോൾ അത് 1 കപ്പോളം ഞാൻ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കിലോ ബീഫ് ഉണ്ടല്ലോ, അപ്പോൾ 1 കപ്പോളം ഞാൻ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ ക്വാണ്ടിറ്റി ആണ്. ഇതിൽ നിങ്ങൾ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ എല്ലാം അളവ് കുറയ്ക്കണേ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുഴുങ്ങിയിട്ട് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ 1 കിലോ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ടും ഞാൻ നല്ല ഡ്രൈ ആയിട്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ആരോ ഒന്ന് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് ഡ്രൈ ആക്കി എടുക്കാമെന്നുള്ള. ഞാൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മുഴുവൻ തോടൊക്കെ തൊലി കളയാണ്ട് മുഴുവനായിട്ട് മുറിക്കാണ്ട് കുക്കറിൽ ഒരു 2-3 വിസിലൊന്ന് വേവിച്ചെടുത്താൽ കറക്റ്റ് പാകത്തിൽ കിട്ടും. പിന്നെ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉരുളക്കിഴങ്ങ് എന്താ പറയുക വെന്തുടഞ്ഞു പോകാൻ പാടില്ല. ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാൻ പാടില്ല കേട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോഴാണ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുക. ഉരുളക്കിഴങ്ങിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്ക് ഇത് ഈ ഉരുളക്കിഴങ്ങ് ലൂസായി പോയാൽ പിന്നെ എണ്ണ കുടിക്കും. അതേപോലെ തന്നെ എണ്ണയിലിടുന്ന സമയത്ത് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനാണ് നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. എന്നാൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവണേ, വേവാണ്ട് എടുക്കാൻ പാടില്ല. വേവണം, പക്ഷേ തീരെ വെള്ളമൊന്നും കയറാൻ പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാണ് ചെയ്യാം കേട്ടോ. ഉരുളക്കിഴങ്ങിൽ ഞാൻ ഉപ്പിടാണ്ടാണ് വേവിച്ചത്, പക്ഷേ ബാക്കി എല്ലാത്തിലും ഉപ്പുള്ളതുകൊണ്ട് കറക്റ്റ് പാകത്തിലാണ് വരിക. ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമ്മളിത് ചൂടാക്കേണ്ട ആവശ്യമില്ല, എല്ലാം നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ അത് നന്നായിട്ട് ഞാൻ 2 കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ആ ഉരുളക്കിഴങ്ങ് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാകത്തിൽ കിട്ടൂല. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയിട്ട് ഇതിനെ നമുക്ക് ഉരുട്ടിയിട്ട് ഷേപ്പാക്കി എടുക്കാം. കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം.
അപ്പോൾ അത് നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ട്രേ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്കെല്ലാം ഒരേ വലുപ്പത്തിലുള്ള കട്ട്ലേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പാത്രം, അളവിന് ഏതെങ്കിലും ഒരു പാത്രങ്ങൾ എടുത്താൽ മതി. ഇതിപ്പോൾ 1/8 ഒരു കപ്പാണ് കേട്ടോ. അതിൽ ഞാൻ നിറച്ചെടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ ചെറിയ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അതിൽ ഇങ്ങനെ നിറച്ചെടുത്ത് കഴിഞ്ഞാൽ അത് അളവാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുണ്ടല്ലേ, ഈ ഒരു എല്ലാ സൈസും ഒരേ ബോൾ അത് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം കട്ട്ലേറ്റ് ഒരേ വലുപ്പത്തിൽ കിട്ടും. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനി ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഞാനിവിടെ ഓവൽ ഷേപ്പിലാണ് ആക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കട്ട്ലേറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്, വലുതല്ല. പിന്നെ വല്ലാണ്ടങ്ങ് പരത്തി ഭയങ്കര നൈസാക്കി എടുക്കരുത്, ചെറിയൊരു തടി വേണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഇതിൽ ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ബാക്കിയുള്ള എല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ആദ്യം ഇങ്ങനെ ഉരുട്ടി മൊത്തത്തിലൊന്ന് വെക്കുക. ഇപ്പോൾ അത് ഞാനിങ്ങനെ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഒരു ട്രയലുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ, ബാക്കി ഞാൻ കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ അതാ ഒരു ട്രയലുള്ള കംപ്ലീറ്റ് ഉരുട്ടിയതിന് ശേഷം ഇനി നമുക്ക് ഇതിനെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ അതാ കുറച്ച് മൈദപ്പൊടിയും കോൺഫ്ലവറും കൂടെ കലക്കിയിട്ട് വെള്ളം പോലെ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈക്വൽ ക്വാണ്ടിറ്റി മൈദയും അതേപോലെ തന്നെ കോൺഫ്ലവറും ആണ് കേട്ടോ. പിന്നെ അതാ ബ്രെഡ് ക്രംസ്, നല്ല റോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ്, അതും എടുക്കണം. അപ്പോൾ രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത് നമ്മൾ ഓരോ കട്ട്ലേറ്റും ആദ്യം ഒന്ന് മൈദപ്പൊടിയിൽ മുക്കുക. ഇത് ഞാൻ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാനുള്ളതായതുകൊണ്ടാണ് മുട്ടയിൽ മുക്കാത്തത് കേട്ടോ. എനിക്ക് ഈ ഒരു ഇതിൽ മുക്കുന്നതാണ് ഇഷ്ടം. മുട്ടയിൽ മുക്കാണ്ട് വെക്കുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, ലൈഫ് കിട്ടും, നല്ലതുമാണ് കേട്ടോ. നമ്മൾ ഫ്രീസ് ചെയ്യാനുള്ളതായതുകൊണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കോട്ട് ചെയ്ത് എടുക്കുക. ആ ഒരു ഇതിൽ മുക്കിയതിൻ്റെ ശേഷം ഒറ്റ കോട്ടിങ് മതി. അപ്പോൾ നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർക്കുള്ള പ്രശ്നങ്ങളാണ്. നന്നായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ചില സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണയിലങ്ങ് പൊട്ടിപ്പോകുന്നു, എണ്ണയിലിടുന്ന നേരം എന്താ പറയുക എണ്ണ കുടിച്ചു പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കംപ്ലൈൻറ്റ് ഒരുപാട് ആൾക്കാർ പറയണതാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന നേരം ഞാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഉരുളക്കിഴങ്ങ് കറക്റ്റ് പാകത്തിൽ ഡ്രൈ ആക്കി വേവിച്ചെടുക്കണം. ഒന്ന് അതാണ് കേട്ടോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. അതാണ്, തീരെ വെള്ളം പോലെ ആയി പോകാൻ പാടില്ല. ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാൻ പാടില്ല, ഒന്നത്. പിന്നെ നമ്മൾ ഇതാ ഇങ്ങനെ കോട്ട് ചെയ്യുന്ന സമയത്ത് മുട്ടായാലും ഇതായാലും ഒന്നും കുഴപ്പമില്ല. വല്ലാണ്ട് അങ്ങനെ നൈസായിട്ട് നമ്മൾ കട്ട്ലേറ്റ് എടുക്കരുത്. ഒരു ചെറിയൊരു തടിയിൽ ഒരു 1/2 ഇഞ്ച് തടി നമ്മൾ കട്ട്ലേറ്റിന് മിനിമം ഉണ്ടാവണം കേട്ടോ, എന്നാലാണ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുക. അപ്പോൾ അത് കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്തതിന് ശേഷം ട്രയൽ വെച്ചാണ് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്യാം കേട്ടോ, 1 മണിക്കൂറെങ്കിലും. ഇപ്പോൾ അതാ 1 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരു ഏകദേശം ഐസ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഐസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ട്രേന്ന് ഓരോന്നോരോന്ന് ഇളക്കിയിട്ട് നിങ്ങൾക്ക് സിപ്പ് ലോക്കിൻ്റെ ബാഗിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലോ എങ്ങനെയാണെങ്കിൽ എങ്ങനെ ബോക്സിലോ എങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ഫ്രീസറിൽ എടുത്ത് വെക്കാം. ഇപ്പോൾ ഞാനിവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഫ്രീസറിൻ്റെ ബാഗിലാണ് ഞാൻ വെക്കൽ എന്നുള്ളത്. അപ്പം ഈസി ആയിട്ട് നമുക്ക് വെക്കാം. അതേപോലെ തന്നെ ഓരോ സമയത്ത് എടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ എടുത്ത് വെക്കേണ്ടിയില്ല, ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുക്കാനും കിട്ടും. ഇനിയിപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഫസ്റ്റ് നോമ്പിൻ്റെ വിശേഷമാണ് കേട്ടോ. ഫസ്റ്റ് നോമ്പിന് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് കട്ട്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ എയർ ഫ്രയറാണ്. എയർ ഫ്രയറിൽ എൻ്റെ എന്ന് പറഞ്ഞാൽ ഗ്രില്ലും എയർ ഫ്രയറും രണ്ടും കൂടിയുള്ള സിസ്റ്റത്തിലുള്ളതാണ്. ഇങ്ങനെ വെച്ചാൽ ഗ്രില്ലാണ്, തിരിച്ച് വെച്ചാൽ നമ്മൾ എയർ ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങൾ വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ എൻ്റെത് ടിഫാലാണ് ബ്രാൻഡ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാനൊരു പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ക്ലീനിങ്ങിന് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് പേപ്പർ മാത്രം മാറ്റിയാൽ മതി, ക്ലീൻ ചെയ്യേണ്ടില്ല. ഇത് പാച്ച്മെൻറ്റ് പേപ്പറാണ്. അതിലേക്ക് നമ്മൾ ഓരോ കട്ട്ലേറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കട്ട്ലേറ്റ് വെക്കുന്ന സമയത്ത് കട്ട്ലേറ്റ് അങ്ങനെ ഒരുപാട് കളറൊന്നും മാറില്ല, പക്ഷേ എന്നാലും നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓരോ ബ്രാൻഡിൻ്റെ വ്യത്യാസമാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ എയർ ഫ്രയറിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഞാനത് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ രണ്ടും എയർ ഫ്രയറും ഗ്രില്ലും ഉള്ളതെന്ന് സെലക്ട് ചെയ്യണം. ഞാൻ എയർ ഫ്രയറിൽ ഓൾറെഡി സ്നാക്കിൻ്റെ ഉണ്ട് കേട്ടോ, 180 ഡിഗ്രിയാണ് വേണ്ടത്. അതേപോലെ തന്നെ ടൈമിങ് ഞാൻ കൊടുക്കുന്നത് 20 മിനിറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഒരുപാട് ആൾക്കാർ എപ്പോഴും ചോദിക്കാനാണ് എയർ ഫ്രയറിലുള്ളത് കാണിക്കോ എന്നുള്ളത്. ഞാൻ അങ്ങനെ സ്നാക്ക് ഉണ്ടാക്കാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ അത് 20 മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ അത് നമ്മൾ ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഇത് കട്ട്ലേറ്റ് ഇവിടെ റെഡിയാണ്. പക്ഷെ ഒരുപാട് പൊരിച്ച പോലെ കളറൊന്നും മാറില്ല, പക്ഷെ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഞാൻ കട്ട്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പൊരിക്കുന്നതും ഒന്ന് കാണിക്കട്ടോ. എല്ലാവരുടെ അടുത്തും ഇപ്പോൾ എയർ ഫ്രയർ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ 2 എണ്ണം ഈ ഒരു വീഡിയോക്ക് വേണ്ടി മാത്രം ഞാനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. എണ്ണയിലിട്ടാൽ പൊട്ടിപ്പോവുക അല്ലെങ്കിൽ എണ്ണ കുടിക്കുക ഒന്നും ചെയ്യൂല, നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും. അതേപോലെ തന്നെ പൊട്ടിപ്പോവാണ്ടും വരും കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഈ ഒരു ഉള്ളി മസാലയിലേക്ക് വേറെ പൊടികളൊന്നും എന്താ ചേർക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ബീഫ് മസാല എന്ന് പറയുന്നത് ബീഫ് ഞാൻ വേവിച്ചത് കറിയിൽ നിന്ന് എടുത്ത ബീഫല്ല, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം എല്ലാ പൊടികളും ഇട്ട് വേവിച്ചതായതുകൊണ്ട് അത് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ഉള്ളി മസാലയിലേക്ക് വരുന്നതുകൊണ്ട് പിന്നെ എക്സ്ട്രാ നമ്മൾ മസാലകളൊന്നും ചേർക്കേണ്ടിയില്ല കേട്ടോ. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട് ഞാൻ മൊരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ഡ്രൈ ആയിട്ടാണ്, തീരെ എണ്ണ കുടിക്കുകയൊന്നും ചെയ്യൂല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ പൊരിച്ചിട്ട് ഒന്ന് കാണിച്ചു തന്നതാണ്. അതുപോലെ തന്നെ എയർ ഫ്രയറിലുള്ളതും കാണിച്ചു തന്നതാണ്. എയർ ഫ്രയറിലാകുമ്പോൾ ഇത്ര കളർ വരില്ല, പക്ഷെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ വരും.
ഇനിയിപ്പോൾ അതാ ഫസ്റ്റത്തെ നോമ്പായതുകൊണ്ട് ഞാൻ കുറച്ച് പപ്സിന് വേണ്ടിയിട്ട് പേസ്ട്രി ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട പുഴുങ്ങി പൊരിക്കാൻ വേണ്ടിയിട്ട് മുട്ടയും പുഴുങ്ങുന്നുണ്ട്. അപ്പോൾ അതാ പപ്സ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ സാൻഡ്വിച്ച് മേക്കറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പപ്സ് ഞാൻ ഇതിലാണ് ആക്കൽ. നമ്മൾ ഓവനിൽ വെക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഈസിയാണ് ഇത് ക്ലീനിങ്ങിനും അതേപോലെ തന്നെ യൂസ് ചെയ്യാനൊക്കെ ഈസിയാണ് ഇതാകുമ്പോൾ. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല കാണിക്കുന്നു. ഒരു മീഡിയം സൈസുള്ള ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള ഉള്ളി, 3 പച്ചമുളക്, ഒരു ചെറിയ കൈപ്പിടി മല്ലിച്ചപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം കേട്ടോ. അല്ലാണ്ട് അങ്ങ് അരക്കണ്ട, ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ടേ എടുക്കുന്നുള്ളൂ. അരഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് എരിവുള്ള ബ്രെഡ് വാട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബ്രെഡ് വാട്ടിയെന്നാണ് പറയുക, എരിവിൽ ബ്രെഡ് വാട്ടിയത്. ഇനിയിപ്പോൾ ഒരു 2 മുട്ടയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമുള്ള ബ്രെഡ് വാട്ടിയതും അതുപോലെ തന്നെ എരിവുള്ള ബ്രെഡ് വാട്ടിയതും 2 ടൈപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആച്ചിക്ക് ഇഷ്ടം ഇങ്ങനെ എരിവിൽ വാട്ടുന്നതാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ലിയാനൊക്കെ ഇഷ്ടം കൂടുതലും മധുരമുള്ളതാണ്. അപ്പോൾ അത് 2 മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ടുള്ള പഫ്സ് ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് പഫ് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ കുറച്ച് പാൽ, എൻ്റെ അടുത്ത് ഇപ്പോൾ പാലില്ലാത്തതുകൊണ്ട് ഞാൻ പാൽപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തതാണ്. ഒരു 1/4 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു മുട്ടയും പാലും ഈ ഒരു മിക്സും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഞാൻ കാണിക്കുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഫ്രൂട്ട്സും ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കലുണ്ട് എന്നുള്ള. അതെങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. തൊട്ട് മുന്നുള്ള വീഡിയോയിലുണ്ട്. ഇതിപ്പോൾ ഓറഞ്ചാണ്, ഞാൻ സീഡൊക്കെ പോക്കിയിട്ട് ആ കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ കണ്ടില്ല, ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെയാണിത് നമുക്ക് ഓരോരോ പീസായിട്ട് എടുക്കാൻ വേണ്ടി കിട്ടും. ഇനിയിപ്പോൾ ഇന്നൊക്കെ ആവശ്യത്തിനുള്ള ഓറഞ്ച് മാത്രം ഞാൻ കുറച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി അപ്പം തന്നെ നമുക്ക് ഫ്രീസറിലേക്ക് വെക്കുകയും ചെയ്യാം കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമ്മൾ സമയം പോക്കുകയൊന്നും ചെയ്യേണ്ടില്ല. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കൂടുതലൊന്നുമില്ല, 2 ടേബിൾ സ്പൂൺ. ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. ഇനി നന്നായിട്ട് അരച്ചു കൊണ്ടുവരട്ടെ. ഇനിയിപ്പോൾ ഞാൻ അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഓറഞ്ച് ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മധുരം ഒന്നും ചേർക്കുന്നില്ല. ഇപ്രാവശ്യത്തെ നോമ്പിന് അങ്ങനെ പാലും പഞ്ചസാരയൊക്കെ കുറയ്ക്കാന്നുള്ളൊരിതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ബ്രെഡ് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഞാനൊരു പാനിലേക്ക് ഇതാ കുറച്ച് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ഇതാക്കിയതിന് ശേഷം ഇതാ ഓരോ ബ്രെഡും ഇതിലൊന്ന് മുക്കിയിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇനിയിപ്പോൾ അത് ഒരു ഭാഗം ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇവിടെ ആച്ചിക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ മധുരവും ഇതും രണ്ടും മാറി മാറി ഉണ്ടാക്കലുണ്ട് ഞാൻ. ഇപ്പോൾ ഇതാ ബ്രെഡ് വാട്ടിയും ഇവിടെ റെഡി ആയിന്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ ഓറഞ്ച് ജ്യൂസ് ഒന്ന് സെറ്റ് ചെയ്യാണ്. ഞാനിപ്പോൾ ഇതാ കുറച്ച് കസ്കസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. സബ്ജ സീഡ്സ് എന്ന് പറയുന്നത് അതാണ് ഇട്ടത്. അപ്പോൾ കുറച്ച് കസ്കസിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ നോമ്പുതുറൻ്റെ ഫസ്റ്റ് നോമ്പുതുറൻ്റെ ഐറ്റംസ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ കട്ട്ലേറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മൾ കട്ട്ലേറ്റ് 2 തരത്തിൽ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.